ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് ചോദ്യമുനയിലേക്ക് കൂടുതൽ രേഖകളുമായി ഉടൻ ഹാജരാകണമെന്ന് പ്രശാന്തിനോട് SIT ആവശ്യപ്പെട്ടു. മൊഴിയിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയാൽ കടകംപള്ളി സുരേന്ദ്രനെയും വീണ്ടും വിളിച്ചുവരുത്താനാണ് തീരുമാനം. 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റപ്പണി നൽകിയതുമായി ബന്ധപ്പെട്ടാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ മൊഴി വീണ്ടുമെടുക്കാൻ അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. ഈ നീക്കത്തിനു പിന്നിൽ പഴയ കൊള്ള മറയ്ക്കാനുള്ള ശ്രമമായിരുന്നു എന്ന സംശയം ഹൈക്കോടതിയും നേരത്തെ ഉന്നയിച്ചിരുന്നു. എന്നാൽ വാറണ്ടി ഉള്ളതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ ചുമതല നൽകിയതെന്നാണ് ദേവസ്വം ബോർഡിന്റെ വാദം. മാത്രമല്ല, ദേവസ്വം ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് എല്ലാ നടപടികളും പൂർത്തിയാക്കിയതെന്നും പ്രശാന്ത് വ്യക്തമാക്കുന്നു. പ്രശാന്തിനെ കൂടാതെ കഴിഞ്ഞ ഭരണസമിതിയിലെ മറ്റംഗങ്ങളെയും ആ സമയത്ത് ചുമതലയിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും വീണ്ടും വിളിച്ചു വരുത്തും. UDF കൺവീനർ അടൂർ പ്രകാശ് അടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പരിചയമുണ്ടായിരുന്ന രാഷ്ട്രീയ ഉദ്യോഗസ്ഥ വൃന്ദത്തിലെ പ്രധാനികളെയും ഉടൻ ചോദ്യം ചെയ്യാനാണ് നീക്കം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കോൺഗ്രസ് ബന്ധം സജീവ ചർച്ചയാക്കി നിലനിർത്താൻ തന്നെയാണ് CPIM തീരുമാനം. പ്രധാനപ്പെട്ട പ്രതികൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, കൊള്ള നടത്തുന്ന നേതൃത്വം കൊടുത്ത ഒന്നാം പ്രതി; രണ്ട്, ഈ കൊള്ള മുതൽ വാങ്ങിയിട്ടുള്ള അതിൽ തന്നെയുള്ള പ്രതി. ഈ രണ്ടുപേരും സോണിയാഗാന്ധിയെ പോലെ വളരെ സുരക്ഷിതമായ പശ്ചാത്തലമുള്ള, ഒരു തരത്തിലും അവിടെ ഈച്ചക്ക് പോലും പ്രവേശിക്കാൻ പാടില്ലാത്ത അത്ര ഗൗരവമുള്ള എല്ലാ സെക്യൂരിറ്റിയും നൽകുന്ന ഒരാളെ എന്തിന് കാണാൻ പോയി എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമല്ലേ? ഇതേവരെ പറഞ്ഞിട്ടില്ലല്ലോ മറുപടി. ആ പോയ കൂട്ടത്തിൽ എന്തിനാണ് കേരളത്തിലെ ഇന്നത്തെ UDFന്റെ കൺവീനർ പോയത്? പോറ്റിക്കൊപ്പം ഫോട്ടോ എടുത്തതാണ് പ്രശ്നമെങ്കിൽ മുഖ്യമന്ത്രിയെയും ചോദ്യം ചെയ്യട്ടെ എന്നാണ് പ്രതിപക്ഷത്തിന്റെ മറുപടി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഫോട്ടോ എടുത്തവരല്ലല്ലോ അന്വേഷിക്കുന്നത്. പല ക്രിമിനലുകൾക്കും പല കുഴപ്പക്കാർക്കും ഒക്കെ പലരുടെയും കൂടെ നിന്ന് ഫോട്ടോ എടുത്തതാണ്. ഫോട്ടോ എടുത്തവരെയൊക്കെ പ്രതികളാകാൻ പറ്റുമോ? നാളെ ഏത് കേസിൽ ആര് പ്രതിയായാലും അവരുടെ കൂടെ ഫോട്ടോ എടുത്തവരൊക്കെ പ്രതികളാവോ? അതൊക്കെ CPM നേതാക്കൾ പെട്ടു. എന്നാൽ സ്വർണ്ണക്കൊള്ളയിൽ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ ആക്രമിക്കുകയാണ് BJP. 10 കൊല്ലം UDF ഭരിച്ചപ്പോൾ LDFന്റെ പിന്തുണയാണ് 10 കൊല്ലം ഡൽഹിയിൽ ഭരിച്ചത്. അവിടെ ഭീകരമായ അഴിമതി നടന്നു എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവർ രണ്ട് പാർട്ടിയിലും ഒരു വ്യത്യാസമില്ല. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ ഒരാളാണ്. ഞങ്ങൾ അങ്ങനെയാണ് മുമ്പോട്ട് വെക്കുന്നത്. അപ്പോൾ പോറ്റി ആരുടെ കീശയിലുണ്ടായിരുന്നു, രണ്ടുപേരുടെ കീശയിലുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ കൃത്യമായി എല്ലാവർക്കും മനസ്സിലായല്ലോ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശബരിമല വിഷയം തന്നെയാകും മുന്നണികളുടെ പ്രധാന പ്രചാരണായുധമെന്ന് വ്യക്തം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.